സുപ്രീം കോടതി ജസ്റ്റിസായ ആദ്യ മലയാളി വനിത. മറന്നുപോയി. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിന്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് തൊപ്പിച്ചന്ത കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജർമ്മൻ ഹോമിയോ ക്ലിനിക്കാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ജർമ്മൻ ഹോമിയോ ക്ലിനിക്ക് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് സുബ്രഹ്മണ്യൻ തിരുമണം ആഘോഷിച്ച മണമ്പൂർ ഗ്രാമത്തിലാണ്. ഇന്ന് ഞങ്ങളുടെ ഈ സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്നത് തൊഴിലുറപ്പിലെ തൊഴിലാളികളായ സഹോദരിമാർക്കാണ്. ഞങ്ങളുടെ കൈവശം തൊപ്പിച്ചന്ത കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജർമ്മൻ ഹോമിയോ ക്ലിനിക്ക് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ്. ഹോമിയോ മരുന്നിലൂടെ നമ്മൾ അലർജികളെല്ലാം മാറ്റാൻ പറ്റുന്ന ഒരു ചികിത്സാലയമാണ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിത ആര്? അയ്യോ, അതാര്? അറിയത്തില്ല. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിത അറിയായിരുന്നടേ. മറന്നുപോയി. കമാൽ ഭാഷ ആണല്ലേ? കമാൽ ഭാഷ ആണല്ലേ? അപ്പൊ പെണ്ണ് ഒരു പേര് പറഞ്ഞു. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിത എനിക്ക് അറിഞ്ഞൂടാ. അവരൊരു മുസ്ലിം സ്ത്രീയാണ്. തെസ്നീഖാൻ സിനിമ നടിയല്ലേ? അതേപോലത്തെ പേരാണ്. വേറെ ചെറുത് പറഞ്ഞു. അറിയാവണ സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിത നോനോ. അപ്പൊ മറ്റൊരു അവസരത്തിൽ ഇതിൽ മനോഹരമായിട്ടുള്ള ഒരു സമ്മാനം നേടാം. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിത ആരാണ്? ചെറുതൊക്കെയാണ് പറഞ്ഞത്, അങ്ങേയറ്റമാണ് പറഞ്ഞു തന്നത്. ഞങ്ങളുടെ കൈവശമുള്ളത് തൊപ്പിച്ചന്ത കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജർമ്മൻ ഹോമിയോ ക്ലിനിക്ക് നൽകുന്ന സമ്മാനമാണ്. അവർ നൽകുന്ന സമ്മാനവുമായിട്ടാണ് ഞങ്ങളിപ്പോൾ മണമ്പൂർ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. സുപ്രീം കോടതി ജസ്റ്റിസായ ആദ്യ മലയാളി വനിത. അറിയത്തില്ല. രാധാകൃഷ്ണനും കൈവിട്ട് വീണ്ടും ഒരു അവസരം ചോദിച്ചിരിക്കുകയാണ്. എന്താണ് പേര്? രമ്യ. ഏതാണ് ആ ശരി ഉത്തരം? ഫാത്തിമ ബീബി. ജസ്റ്റിസ് ഫാത്തിമ ബീബി ശരിയായിട്ടുള്ള ഉത്തരമാണ്. അപ്പോൾ ഇവർ തൊഴിലുറപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലാണല്ലേ, ഇനി ഫോട്ടോ എടുക്കണം. അപ്പോൾ അവർക്ക് സ്വല്പം അത്യാവശ്യമുണ്ട്. അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം ഫാത്തിമ ബീവിയാണ്. കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ ജനിച്ച ഫാത്തിമ ബീവി 1989 സുപ്രീം കോടതിയിലെ ജഡ്ജിയായി ചുമതലയേൽക്കുന്നത്. അതിനുശേഷം അവർ തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ ഗവർണറായും പദവി വഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമ്മാനം ജർമ്മൻ ഹോമിയോ ക്ലിനിക്ക് നൽകുന്ന സമ്മാനം കൈമാറുകയാണ്. എല്ലാവരും കൂടെ ഒന്ന് കൈയടിക്ക്. ഓക്കെ. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായ ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ നൗഫലിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.